ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അന്നൂസ് കിച്ചൻ ലാബ്. അപ്പോൾ ഞാനിന്ന് ചെറിയ ഈദ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈദിൻ്റെ തലേദിവസത്തെ പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അങ്ങനെ വലുതായിട്ടൊന്നും ഈദ് ആഘോഷിച്ചിട്ടില്ല. സാധാരണ ഞങ്ങൾ കസിൻസ് എല്ലാവരും ഒത്തുചേരും, ഉപ്പാൻ്റെ വീട്ടിൽ പോകും, അങ്ങനെ നന്നായിട്ട് ആഘോഷിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഈദിന് കുറച്ച് ഡെസേർട്ട്സ് മാത്രമേ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ റെസിപ്പീസ് ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന വീഡിയോസിലായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എൻ്റെയും അന്നൂസിൻ്റെ ക്രിയേഷൻസ് ആണ്, കുറച്ച് ഡെക്കറേഷൻസ് ആയിട്ട്. അപ്പോൾ ഇതിന് മുമ്പുള്ള കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു ഈദിൻ്റെ വ്ളോഗ് ആയിട്ട് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. പിന്നീട് ഉമ്മാൻ്റെ പണിയും എല്ലാവരും പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ മെഹന്തിയൊക്കെ ഇട്ടത്. എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ, പിന്നെ നമ്മളൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മെഹന്തിയൊക്കെ ഇടുന്നത് തന്നെ. പിന്നീട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഹെംസ് ഹെന്ന എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെഹന്തിയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ആർട്ടിഫിഷ്യൽ കെമിക്കൽസ് അങ്ങനെയൊന്നും ചേർക്കാത്ത ഓർഗാനിക് ഹെന്നയാണ്. അപ്പോൾ ഞാനിത് ആദ്യം കണ്ടത് ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പോൾ ഒരുപാട് റിവ്യൂസൊക്കെ വരുന്ന കണ്ടിട്ട് ഞാൻ ആദ്യം ഒന്ന് വാങ്ങിച്ചിട്ടൊന്ന് ട്രൈ ചെയ്തൊക്കെയാണ്. അപ്പോൾ നല്ല ഹെന്നയാണ്, നന്നായിട്ട് ചോക്കുന്നൊക്കെ ഉണ്ട്. പിന്നീട് ഞാൻ ഈ ഒരു ഹെന്ന മാത്രമേ വാങ്ങാറുള്ളൂ. അപ്പോൾ ഈദ് ടൈം ആയിക്കൊണ്ട് അവർ ഒരു ഓഫർ ഇട്ടു, കോംബോ ഓഫർ എന്ന് പറഞ്ഞിട്ട് 3 കോൺസ് ഒപ്പരായിട്ട് 100 റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രിപ്പറേഷൻസും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മെഹന്തി ഇടാനിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുൾ ടയേർഡിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് എന്തെങ്കിലും സിമ്പിളായിട്ട് എന്തെങ്കിലും മതി. ഇപ്പോൾ സിമ്പിളല്ലേ ഏറ്റവും രസം മെഹന്തീസൊക്കെ കാണാൻ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ഡിസൈൻസ് മാത്രമേ ചെയ്തിട്ടുള്ളതും. ഹലോ, ഈദ് മുബാറക്. അപ്പോൾ ഇത് ഈദിൻ്റെ രാവിലെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡെസേർട്ട്സൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉമ്മ ഇവിടുന്ന് ഉച്ചക്കേക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണിയൊക്കെ തയ്യാറാക്കി എടുക്കുന്നത്. നല്ല മസാലൻ്റെ ഒക്കെ മണം വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നല്ല ബീഫ് റോസ്റ്റും. അപ്പോൾ ഉപ്പും മുളകൊക്കെ ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉള്ളിയും ഇപ്പോൾ കാപ്സിക്കൊക്കെ ചേർത്തിട്ടാണ് ബീഫ് റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനും അല്ലേ ചിക്കൻ ബിരിയാണി കൂടെ തന്നെ ബീഫ് റോസ്റ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ സൂപ്പർ പായസം കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, എന്നിട്ട് പാലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സാധാരണ സേമിയ പായസമല്ല, ഒരു സ്പെഷ്യൽ പായസമാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ എൻ്റെ വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ അത് അരച്ചെടുത്താണ്, അതൊന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നല്ല ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അണ്ടി ഒന്ന് ജസ്റ്റ് അരച്ചിട്ട് ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗം ചിരണ്ടിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗീയും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്കൊരു മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ആ അരപ്പ് ഞങ്ങളുടെ പായസത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി പായസമാണ്, എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി കളറാണ്, അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റുമാണ്. ഇനി ഞങ്ങൾക്ക് 1 ടീസ്പൂൺ വനില എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും പണിയിലും നമ്മൾ സൂപ്പർ ഡൂപ്പർ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഭക്ഷണമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏതൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല ചൂടോടെ കഴിക്കാനല്ല അതിൻ്റെ ആ ഒരു രസം. അപ്പോൾ പുറത്തുനിന്ന് വേറെ ആരും ഫുഡിന് ഗസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും ആക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം വെറുതെ ഇരുന്നു, ഭയങ്കര ബോറടി ചെയ്യുന്നു. പിന്നീടാണ് എൻ്റെ മൂത്തങ്ങളുടെ 2ാമത്തെ റിസാൽക്കാക്ക വന്നത്. എന്നിട്ട് റിസാൽക്കാക്കക്ക് കുറച്ച് ഡെസേർട്ട്സും സ്വീറ്റ്സൊക്കെ കൊടുത്തു. പിന്നീട് ഞങ്ങൾ എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ പിന്നീട് മെമ്മറബിൾ ആയിട്ടുള്ളൊക്കെ ഉണ്ടാവുന്ന ഇതൊക്കെ മാത്രമല്ലേ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് എടുക്കാനും അതുപോലെ തന്നെ പഴയ ഫോട്ടോസൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഒരങ്കളുടെ ഫാമിലി കൂടെ വരാനുണ്ടായിരുന്നു. അവർ വരാൻ രാത്രിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വീട്ടിൻ്റെ അരികത്തുള്ള ഒരു ജെട്ടിക്കേക്ക് പോയി. നടന്നിട്ട് പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അടിപൊളി കാലാവസ്ഥയായിരുന്നു. അപ്പോൾ നല്ല ചെറിയ കുളിർമയുള്ള കാറ്റും, അപ്പം അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ കുറച്ച് സമയം അവിടെ
സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവിടെ പോയതുകൊണ്ട് കുറച്ച് നമ്മുടെ ബോറടിയൊക്കെ മാറി. പിന്നീട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈദ് വിശേഷങ്ങൾ. അപ്പോൾ ഇനി പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും സ്റ്റേ ട്യൂൺഡ്.